ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊലഹത്താണ്, റോയൽ കസ്റ്റമർ ഡിസ്കൗണ്ട്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഷോപ്പ് അതിനായിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പം ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ തോന്നുന്ന കാരണം, എനിക്ക് ഈ സൺഡേയിൽ പിന്നെ റമദാൻ ആരും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, റോയൽ എൻഫീൽഡ് എടുത്തു, നിങ്ങളൊരു വണ്ടി എടുത്തു. ഒരുപാട് ആളുകൾ ഇപ്പോൾ വീണ്ടും വിളിച്ച് ചോദിക്കുന്ന, പേഴ്സണലായിട്ട് വിളിച്ചും വാട്സപ്പ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ ആൻസർ ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ വണ്ടി എടുത്തവർക്ക് എന്തൊക്കെ ചെയ്യണം, എടുക്കാൻ പോകുന്നവർക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ ആണ്. മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചാൽ ഉപകാരം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു വണ്ടി എടുത്തു, ഓക്കെ, നമ്മൾ വണ്ടി ചെക്ക് ചെയ്ത് കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മുടെ വണ്ടി നമ്മൾ എഞ്ചിൻ ഓയിലാണ് കേട്ടോ. അപ്പം ഒരു വണ്ടിയുടെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞ് നമ്മൾ എഞ്ചിൻ ഓയിൽ കടത്തു കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മുന്നേ മാറ്റിയിട്ടുള്ളൂ. ചില ആളുകൾ അവർക്ക് ഓയിൽ ചെക്ക് ചെയ്തുകൊണ്ടെന്ന് പറയും. ഓയിൽ ചെക്ക് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞ് ഉറപ്പിച്ചോളൂ മാറ്റാറായിട്ടുണ്ട്. പിന്നെ കുറച്ചായിട്ടുള്ളൂ മാറ്റിയിട്ട്, എങ്കിലും കൂടെ ചില ആളുകൾക്ക് എന്താ പറയുക, നമ്മൾ ചെറിയ ലോക്കലോട്ടേക്ക് ഓടുന്നത്. അപ്പോൾ ഈ ചെറിയ ഓട്ടോ 2-3 കിലോമീറ്റർ ഡെയിലി ഓടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി എടുത്ത് ചെറിയ ഓട്ടോ ഓടുന്ന ആൾക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത്. അപ്പോൾ നമ്മളെ ധാരണ എപ്പോഴും ലോങ് ഡ്രൈവ് പോയി കഴിഞ്ഞാൽ കിലോമീറ്റർ ആവുള്ളൂ. നമ്മൾ ചെറിയ ഓട്ടം, പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ ഓട്ടോ ഡെയിലി ഓടുന്ന ആളുകൾക്ക്, നമ്മൾ സത്യം പറഞ്ഞാൽ എൻ്റെ വണ്ടി ഒരു ബുള്ളറ്റ് ഒരു ദിവസം ഒരു മാസം തന്നെ 3000-4000 കിലോമീറ്റർ ഒക്കെ ഓടുന്നുണ്ട്. എൻ്റെ വണ്ടി പറയുമ്പോൾ ചെറിയ ഓട്ടോ ആണെങ്കിലും കൂടെ 3000 കിലോമീറ്റർ ഒക്കെ എന്തായാലും ഓടും. പിന്നെ ആ ഒരു രീതിയിൽ പിന്നെ നമ്മൾ നോക്കുകയാണ്, ചെറിയ ഓട്ടോ ശ്രദ്ധിക്കൂല. ചില ആൾക്കാർ മീറ്റർ ശ്രദ്ധിക്കൂല, അല്ല മീറ്റർ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ മീറ്ററിൽ നോട്ട് ചെയ്ത് വെക്കൂല, അങ്ങ് പോകും. അപ്പം അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ചെറിയ ഓട്ടമാണ് ഓടുന്നത്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം വണ്ടി എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാം. ഞാൻ കാണിച്ചു തന്നൂടെ ഒരു വരും. അപ്പം ഞാൻ ഇപ്പം ഈ വണ്ടിയുടെ എഞ്ചിൻ ഓയിലിന്റെ ഗ്ലാസ് നോക്കാം കേട്ടോ. അപ്പോൾ നിലവിൽ എഞ്ചിൻ ഓയിലിൽ കാണുന്നില്ല. അപ്പോൾ ഇത് ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഈ വൃത്തിയിലാണ് നിങ്ങൾ എഞ്ചിൻ ഓയിലിന്റെ ഗ്ലാസ് കിടക്കുന്ന ഉറപ്പിച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണെന്ന് മനസ്സിലാക്കട്ടെ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇപ്പം നിലവിൽ ഈ ഒരു രീതി വെച്ച് നിങ്ങൾ എഞ്ചിൻ ഓയിൽ അളക്കരുത്, എഞ്ചിൻ ഓയിലിന്റെ മെഷർമെന്റ് നോക്കരുത്, ഇതിൽ പോയി എഞ്ചിൻ ഓയിൽ ഒഴിക്കാനും നിൽക്കരുത്. ഞാനിപ്പോൾ അടുത്തൊരു പണി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ വണ്ടി സ്റ്റാർട്ടിങ് ഇട്ടാണ്. അപ്പൊ വണ്ടി സ്റ്റാർട്ടിങ് ഇട്ടിട്ട് കുറച്ചു നേരം ഒരു 2-3 അതായത് ഒരു 10-15 സെക്കൻഡ് റൈഡിങ് ഇട്ടാ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട. സ്റ്റാർട്ടിങ് 15 സെക്കൻഡ് ഐഡ്ലിങ്ങിൽ ഇടുക. അപ്പൊ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാത്തത് കാണിച്ചു തരാൻ വേണ്ടി, അതിന്റെ ഓൺലൈനിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു 15 സെക്കൻഡോളം നിങ്ങളെ ഐഡ്ലിങ്ങിൽ ഇടുക. ഐഡ്ലിങ് ഇട്ടതിന് ശേഷമാണ് ഓയിൽ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കുക, കണ്ടില്ലേ? അപ്പൊ 2 സെൻട്രലായിട്ട് ഓയിൽ വരുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റ് ഏറ്റവും ലോ ആണ്, ഈ പോയിന്റ് ടോപ്പ് ആണ്. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ ഓയിൽ കിടക്കുന്നത്. 300 ഓയിലിന്റെ കുറവുണ്ടാവും. 300 ഓയിൽ ടോപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഓയിൽ ലെവൽ ചെക്കിങ്ങിന്റെ പ്രോപ്പർ. ഇത് കറക്റ്റ് ആണ്, ഇത് കറക്റ്റ്. ഇത്ര ലെവലിൽ എത്ര ഓയിലിന്റെ ആവശ്യമുള്ളൂ, കുറച്ചുകൂടെ മുകളിലേക്ക് ആവാം. ഇതിന്റെ മുകളിലേക്ക് ഓയിൽ പോകാതെ കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഓയിൽ കംപ്ലീറ്റ് ചെരിക്കുന്ന സമയത്ത് മാത്രമേ ഓയിൽ കാണുന്നുള്ളൂ. അല്ല, നമ്മൾ ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഞാനിപ്പോ ഇങ്ങനെ ചെരിക്കുന്ന സമയത്ത് ഓയിൽ ഫുള്ളാവുന്നുണ്ട്, അല്ലേ? ഇങ്ങോട്ട് ചെരിക്കുന്ന സമയത്ത് ഓയിൽ ഫുള്ളാവും. അങ്ങോട്ട് ചെരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഓയിൽ കാണുന്നുള്ളൂ എങ്കിൽ ഓയിൽ ഓവർഫിൽഡ് ആണ് കേട്ടോ. അപ്പോൾ ഓയിൽ കാണുന്നില്ല, ഒന്ന് ആ ഭാഗത്തേക്ക് ചെരിച്ചു നോക്കുക. ആ ഭാഗത്ത് ചെരിക്കുന്ന സമയത്ത് ഓയിൽ കാണുന്ന ഓയിൽ ഫിൽഡ് ആണ്. ഓയിൽ ഫിൽഡ് ആണെങ്കിൽ ഓയിൽ നിർബന്ധമായിട്ടും
ഓയിൽ ഒഴിവാക്കിയിട്ട് ഈ ലെവലിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതല്ല എങ്കിൽ എഞ്ചിൻ്റെ പെർഫോമൻസ് ഭാഗികമായിട്ട് കുറയും. മാത്രമല്ല ഗിയറൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ഇന്ന് പെർഫോമൻസ് കുറയില്ല, അത് സംശയമില്ല, വണ്ടിക്ക് ആകോട്ട് ശ്വാസം മുട്ടി ഓടുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഓയിൽ ലെവൽ എപ്പോഴും ചെക്ക് ചെയ്യുക. ഓയിൽ ലെവൽ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓയിൽ ഫിൽറ്ററിങ് മാറ്റിക്കുക. ഏതായാലും ഇത്രയും പൈസ നമ്മൾ മുടക്കിയതല്ലേ. ഒരു നല്ല ഓയിൽ, ബ്രാൻഡ് ഓയിൽ, ലിക്വിഡ് ഓയിൽ തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഒറിജിനൽ ഓയിൽ വേണം ഞാൻ നിർബന്ധമില്ല. ഷെല്ല് വാങ്ങാം, പിന്നെ വാൽവലയും വാങ്ങാം, മൊബിൾ വാങ്ങാം, അതേമാതിരി അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള മോട്ടിൽ വാങ്ങാം. ഇതൊക്കെ ബ്രാൻഡഡ് ഓയിലുകളെല്ലാം തന്നെ ഏകദേശം പിന്നെ നല്ല ഓയിലുകളാണ്. ചിലപ്പോൾ ചില ഓയിലുകൾ ലിക്വിഡ് എണ്ണ ഒരു പടി മുകളിലുമാണ് ഓയിൽ. അപ്പോൾ ഇതിനൊക്കെ പ്രൈസ് കുറച്ച് ഹൈ ആണ്. കമ്പനിക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെമി സിന്തറ്റിക് ഒറിജിനൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. റോയൽ എൻഫീൽഡ് എന്തുകൊണ്ടോ അത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ബ്ലെൻഡ് ചെയ്യുന്ന ബാക്കി ബ്രാൻഡുകൾ പറയുന്നത് എന്താ യഥാർത്ഥത്തിൽ അറിയില്ല. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ടൊന്നുമില്ല. എന്നാലും 10,000 കിലോമീറ്റർ ഓടുന്ന ഓയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ് അല്ല. റോയൽ എൻഫീൽഡിൽ പറയുന്ന 6,000 കിലോമീറ്റർ എല്ലാം നിങ്ങൾ വണ്ടി എടുക്കുന്ന വണ്ടി നമ്മുടേതാണ്. ഒരു 5,000 കിലോമീറ്റർ നേരത്തെ എഞ്ചിൻ ഓയിൽ മാറ്റി കഴിഞ്ഞാൽ ആ ഒരു ബെനിഫിറ്റ് എവിടെ വരിക? മൈലേജിൽ നല്ല ബാധിക്കുന്നുണ്ട്. അതിൽ പെട്രോൾ അടിച്ച് ഓടുന്നതല്ല. 10, 200, 500 റുപ്യ പെട്രോൾ അടിച്ച് ഓടുന്ന ആളുകൾ, ഡെയിലി ഓടുന്ന ആളുകളുണ്ട്. 200, 300 അടിച്ച് ഓടുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നല്ലൊരു പൈസ ലോങ് ടൈം അടിസ്ഥാനത്തിൽ നല്ലൊരു കേസ് ലാഭിക്കുന്ന സംഗതി എഞ്ചിനൊക്കെ പ്രോപ്പറായിട്ട് മാറ്റുക എന്നുള്ളത്. എഞ്ചിൻ ഓയിൽ മാറ്റാതെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്തായാലും മൈലേജ്, പിസ്റ്റൺ സിലിണ്ടർ വീക്ക് ആവുക, ഒരുപാട് പ്രശ്നങ്ങൾ വരും. പെർഫോമൻസ് എല്ലാം തന്നെ മാറ്റം വരാം. അന്ന് കറക്റ്റ് 6,000 കിലോമീറ്റർ മുകളിൽ ഓയിൽ പോകാതൊക്കെ 3,000 കിലോമീറ്റർ ഓയിൽ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം ഈ ഒരു കാര്യമാണ്. രണ്ടാമത് ചെക്ക് ചെയ്യാൻ പോകുന്ന എയർ ഫിൽറ്റർ ആണ് കേട്ടോ. നമ്മൾ ഇതിപ്പോൾ എയർ ഫിൽറ്റർ കണ്ടില്ലേ, നല്ല ക്ലീൻ ആണ്, ഒരു കുഴപ്പമില്ല. എയർ ഫിൽറ്ററിന്റെ കളർ നോക്കുക, കണ്ടല്ലേ? ഈ കളറിലാണെങ്കിൽ എയർ ഫിൽറ്റർ കാണുന്നതെങ്കിൽ എയർ ഫിൽറ്റർ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അതല്ല ഇതൊരു കറക്റ്റ് ബ്ലാക്ക് ആയി കിടക്കാൻ എയർ ഫിൽറ്റർ മാറ്റി കളയുക. വെറും 220 രൂപ വില മാത്രമേ വരുന്നുള്ളൂ. 10% മൈലേജിനെ ബാധിക്കും. മാത്രമല്ല കൂടുതൽ ഡസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വാക്യൂം പിസ്റ്റന്റെ ആ ഒരു വാൽവ് സ്ക്രാച്ച് ആവും, പൊങ്ങൂല, വണ്ടി പിക്കപ്പ് ഉണ്ടാവില്ല, മൈലേജ് ഒക്കെ കുറയും. അത് വേറെ വീഡിയോയിൽ ചെത്ത് കാണിച്ചിട്ട് എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഇതിപ്പോൾ ഓക്കെയാണ്. ഇപ്പം ഇങ്ങനെയാണ് എയർ ഫിൽറ്റർ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമെല്ലാം ഓക്കെയാണ് കേട്ടോ. പിന്നെ നോക്കാനുള്ളത്, പിന്നെ അടുത്തായിട്ട് നോക്കാനുള്ളത് ഓയിൽ ഫിൽറ്റർ ഇവിടെയാണ് വരിക. പിന്നെ ഓയിൽ ഫിൽറ്റർ മാറ്റുന്ന സമയത്ത് നിർബന്ധമായിട്ട് സ്ട്രൈനർ അയക്കുക. അടിയിൽ ഒരു 12, 2, 8, ഒരു 10 വരെ 19 3 ബോൾട്ടാണ് ഉണ്ടാവുക. അത് 4 ബോൾട്ട്, 4, 2, 10ന്റെ ബോൾട്ട്, സോറി 2, 8ന്റെ ബോൾട്ട്, ഫ്രണ്ടിൽ ഒരു 12, ബാക്കിൽ 19. ഈ 3 ബോൾട്ട് അയച്ചിട്ട് അതിന്റെ സ്ട്രൈനർ വരും. ഒരു സ്ട്രൈനർ വരും. ആ സ്ട്രൈനർ നിർബന്ധമായിട്ട് ക്ലീൻ ചെയ്യണം. ടാപ്പറ്റിനസ് നോയ്സ് ഉണ്ടാവാനും വേണ്ട രീതിയിൽ ഓയിൽ ഫ്ലോ മുകളിലേക്ക് പമ്പിങ് ഉണ്ടാവില്ല. ആ സമയങ്ങളിലാണ് സ്ട്രൈനർ നിർബന്ധമായിട്ടും ഈ ഓയിൽ ഫിൽറ്ററും ഓയിൽ വെച്ച് മാറ്റി ഒഴിച്ചേക്കരുത്. ആ സ്ട്രൈനർ അയച്ചതിന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഓയിൽ ചെയ്യുക. ആ ഭാഗം ഓക്കെയാണ്. പിന്നെ ഓയിൽ ചെയ്യുന്ന സമയത്ത് 2.5 ലിറ്റർ എന്നുള്ള 2.5 ലിറ്റർ കംപ്ലീറ്റ് ഒഴിക്കരുത്. 2.25 ഒഴിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം ബാക്കി ഓയിലുകൾ ഒഴിച്ച് ടോപ്പപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതാണ് ഓയിൽ ചേഞ്ചിന്റെ രീതി. എയർ ഫിൽറ്ററിന്റെ കാര്യം പറഞ്ഞു. മൂന്നാമത് ചെയ്യേണ്ട കാര്യമാണ് സ്പാർക്ക് പ്ലഗ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പാർക്ക് പ്ലഗ് വെടുത്തി നോക്കുക. മെയിൻ സ്പാർക്ക് പ്ലഗ് സ്ക്രൂ ഡ്രൈവർ എടുത്ത് വെടുത്തി നോക്കുക. വെടുത്തിട്ട് ഈ സ്പാർക്ക് പ്ലഗ് വണ്ടി ഓഫ് ആടുന്നുണ്ടെങ്കിൽ 2 പ്ലഗ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ ഈ വണ്ടി പ്ലഗ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിർബന്ധമായിട്ട് അതിന്റെ അഡാപ്റ്റർ ചെക്ക് ചെയ്യുക, പ്ലഗ് ചെക്ക് ചെയ്യുക, 2 പ്ലഗ് മാറ്റി കൊടുക്കുക. 290, 300 രൂപന്റെ ചോട മാത്രമേ 2 പ്ലഗിന് വരുന്നുള്ളൂ. ആ പ്ലഗ് ഒരു പരിധി വരെ ഒരു 20,000 കിലോമീറ്ററാണ് കമ്പനി പറയുന്നതെങ്കിലും കൂടെ ഒരു ഇത്ര കോടി വണ്ടികളാണ് നമ്മളേതായ രീതിയിൽ ഒരു സ്റ്റഡിയാക്കി വണ്ടി എടുക്കുക ഫസ്റ്റ് തന്നെ. എന്നിട്ട് ആ 2 പ്ലഗിന്റെ അഡാപ്റ്റർ മാറ്റി കൊടുക്കുക. ഫംഗസ് ഒക്കെ ഉണ്ട്, ഫംഗസ് കയറി കോൺടാക്റ്റ് ഒക്കെ ഭാഗികമായിട്ട് പറഞ്ഞ റെസിസ്റ്റൻസ് കൂടും. അതുകൊണ്ട് വേണ്ട രീതിയിൽ കറണ്ട് കിട്ടില്ല. അപ്പോൾ കറണ്ട് കിട്ടാത്ത സമയത്ത് വണ്ടിക്ക് പെർഫോമൻസ് കുറയും. അതുകൊണ്ട് ആ 2 പ്ലഗും അഡാപ്റ്ററും മാറ്റി കൊടുക്കുക. 2 പ്ലഗിന് വരുന്നത് 300 രൂപയാണ്. അഡാപ്റ്ററിന് വരുന്നത് 200 രൂപന്റെ ചോടെ. കാരണം അഡാപ്റ്ററിന് വരുന്നത് 500 രൂപയോടെ ആ 2 പരിപാടിയും കഴിയും. ഓയിലാണ് 1,050 ഒറിജിനൽ വരുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് ഓയിലാണ് ചിലപ്പം ഒരു 1,100, 1,200 നല്ല ഓയിലുകൾക്ക് വേറെയും കിട്ടാനുണ്ട്. ചെറിയ വില, ഒറിജിനൽ ഓയിൽ മാത്രമേ ഏറ്റവും വില സെമി തെറ്റി കിട്ടാനുള്ളൂ. ബാക്കിയുള്ള ഓയിലിനൊക്കെ 100 രൂപ, 150 രൂപ കൂടുതലാണ് കാണുന്നത് നമുക്ക് വരുന്നത് കേട്ടോ. എന്തോ അവർ അതിന്റെ ക്വാളിറ്റി ഉണ്ട് കണ്ടാലും ചെറിയ മാറ്റം തോന്നാറുണ്ട്. അപ്പൊ ഏതായാലും ആ ഒരു 1,100, 1,050 രൂപ ഓയില്, 80 രൂപ ഫിൽറ്ററിന്, അതാണ് വരുന്നത് കേട്ടോ. സാധാരണ ഓയിലിന് വരുന്നത്. പിന്നെ എയർ ഫിൽറ്ററിന് 220 രൂപയാണ് വരുന്നത്. പിന്നെ ഈ ഒരു 3 ഭാഗം ഓക്കെ. ഞങ്ങൾ വണ്ടിന്റെ കാര്യം സ്റ്റാർട്ടിങ് ഓക്കെ ആയി. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഫ്യൂസ് ബോക്സ് ആണ്. ഫ്യൂസ് ബോക്സ് അയച്ചതിന് ശേഷം കറക്റ്റ് ഫംഗസോ കാര്യങ്ങളോ എന്തോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, കറക്റ്റായി ലൂസ് കോണ്ടാക്റ്റോ വല്ലതും എന്തോ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതാണ് ഫ്യൂസ് ബോക്സ് വരുന്നത്. ഇത് പഴയ മോഡലാണ് കേട്ടോ വരുന്നത്. പഴയ മോഡൽ ഫ്യൂസ് ഇല്ല.
പിന്നെ ഈ സ്പീഡ് കാണിച്ചുതരാം. ഓക്കെ, ഇവിടേക്ക് നോക്കുക. ശരി ആ ചാവിട്ട് അത് തുറക്കാൻ നോക്കുന്നു. അപ്പോൾ ഇത് നോക്കാം കേട്ടോ. വേറെ എന്തൊക്കെ സിസ്റ്റം ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് ഇതാണ് ഫ്യൂസ് ബോക്സ് വരുന്നത്. ഈ ഫ്യൂസ് ബോക്സ് ഒക്കെ ഒന്ന് അയച്ച് നോക്കുക കറക്റ്റ് ആയിട്ടാണോ ഉള്ളത്. അപ്പോൾ ഇവിടെ സ്പെയർ ഫ്യൂസ് രണ്ടും നിർബന്ധമായിട്ട് വെക്കുക. എന്താ ഫ്യൂസ് കഴി കഴിഞ്ഞാൽ നമുക്ക് വഴി കൂടി കഴിഞ്ഞാൽ എടുത്തിടാനുള്ളതാണ് സ്പെയർ ഫ്യൂസ്. ഇതിപ്പോൾ രണ്ടും 10 സ്റ്റാൻഡേർഡൊക്കെ ആണെങ്കിൽ 10 മതിയാകും, 10-15 മതിയാവും. 20 വരെയൊക്കെ ഉപയോഗിക്കുക, 20-25 ഉപയോഗിക്കുന്നുണ്ട്. 14 അയച്ച് 15 മതിയുടെ 15 മുകളിൽ ഫ്യൂസ് പോകാക്കുക. എന്തോ ക്ലാവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ നോക്കുക. സ്റ്റാൻഡേർഡ് നമുക്ക് 10 ഉപയോഗിക്കാം. കാരണം 9 ആമ്പിയർ മാത്രമേ വരുന്നുള്ളൂ എൻ്റെ ബാറ്ററി. 10 ഉപയോഗിക്കാം, 15 ഉപയോഗിക്കാം കേട്ടോ. അതിൻ്റെ കൂടുതൽ ഉപയോഗിക്കരുത്. ക്ലാസിക് കാണാൻ 15 ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഫ്യൂസ് ബോക്സ് വരുന്നത്. അതേമാതിരി TC യൂണിറ്റ് പ്രോപ്പറായിട്ട് സെറ്റിംഗ് ആണോ, അതായത് തൂക്കിയിട്ടതാണോ, ഇത് TC യൂണിറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് താഴോട്ടൊക്കെ ചില വണ്ടികളൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കുക, ചിലപ്പോൾ ഇങ്ങനെ ഇട്ട് ബോക്സ് കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക. അതൊക്കെ വൈബ്രേറ്റ്, വണ്ടി ഓടുന്ന വണ്ടി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ലൂസ് കോൺടാക്ട് ഒരു മിസ്സിങ് കാര്യങ്ങൾ ഭാവിയിലൊക്കെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഇത് പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങൾ കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ കാര്യം ഓക്കെ ആയി, നിങ്ങൾ വണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ ആയി. ഫ്യൂസ് ബോക്സ്, പിന്നെ ബാറ്ററി ടെർമിനൽ നോക്കുക. ബാറ്ററി ടെർമിനൽ ഏതെങ്കിലും ലൂസ് ഉണ്ടോ, കോൺടാക്റ്റോ കാര്യങ്ങളോ ഫ്രഷ് ആയിട്ടാണ് കിടക്കുന്നത്, അത് ലൂസ് കോൺടാക്ട് വല്ലതും ഉണ്ടോ, കറക്റ്റ് ടൈറ്റ് ആണോ ഒക്കെ നോക്കുക. ലൂസ് കോൺടാക്ട് കറക്റ്റ് ടൈറ്റ് ചെയ്യുക. വല്ലാതെ ക്ലാവ കുടിച്ചതൊന്നും ക്ലീൻ ചെയ്തതിന് ശേഷം, പേപ്പർ ക്ലീൻ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ഓക്കെ ആയി. പിന്നെ ബാറ്ററി ചാർജിങ് നോക്കുക. ബാറ്ററി ചാർജിങ് നോക്കുക, ഒന്നും നോക്കാനല്ല. ആംപിയർ മീറ്റർ അടിച്ച് നിങ്ങൾ വണ്ടി സ്റ്റാർട്ടായ ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ അല്ല, എല്ലാ ബാറ്ററി വെച്ച് ഓഫ് ആവും നോക്കണം. കാണിച്ചുതരാം. ചില വണ്ടികൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് വണ്ടി ഓക്കെ ആയിരിക്കും, വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ ആദ്യമായിരിക്കും വണ്ടി നിൽക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആംപിയർ മീറ്റർ മുകളിലേക്ക് പോകുന്നുണ്ടോ നോക്കണം കേട്ടോ. ആംപിയറുള്ള വണ്ടിയാണ്, ചില പുതിയ വണ്ടി ആംപിയർ മീറ്റർ വരുന്നില്ല. ആംപിയറുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവുന്ന തന്നെ ആംപിയർ മീറ്റർ ഫ്രണ്ടിലേക്ക് വരുന്ന നെഗറ്റീവിലേക്കാണ് ബാറ്ററി ഇറങ്ങാൻ നടത്തുക. ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ടുള്ള സമയത്ത് നെഗറ്റീവിലേക്ക് കിടക്കുന്നതുണ്ടോ, നെഗറ്റീവിലേക്ക് ഇത് ബാറ്ററി ഇറങ്ങി പോകാൻ നടത്താം. അതല്ല മുന്നോട്ടാണ് വരുന്നതെങ്കിൽ ബാറ്ററി ചാർജിങ് ഓക്കെയാണ്, ബാറ്ററി ഓക്കെയാണ്, ബാറ്ററി ചാർജിങ് ഓക്കെയാണ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ പിന്നെ ഇഗ്നിഷൻ കോയിലെ കാര്യങ്ങൾ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഓക്കെ ആയി. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഓക്കെ, ഇഗ്നിഷൻ കോയിൽ, എയർ ഫിൽറ്റർ, ബാറ്ററി, പിന്നെ സ്പാർക്ക് പ്ലഗ്, സ്പാർക്കിന് അഡാപ്റ്റർ, അത് ഓക്കെ ആയി. പിന്നെ അടുത്ത് റൈഡിങ്ങിന്, അതായത് മൈലേജിന് മാറ്റിക്കുന്ന വേറെ വീഴ്ചയാണ് വീലിന്റെ ജാമ. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കാണാത്തവർക്കായിട്ടുള്ള വീഡിയോ ആണ്. ഇത് വീലൊന്ന് കറക്കി നോക്കുക. ഫ്രണ്ട് ബ്രേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഇനി വണ്ടി കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഫ്രണ്ട് വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഫ്രണ്ട് ബ്രേക്ക് നല്ല അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രേക്ക് ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ റിലീസായി തിരിച്ചു പോകുന്നുണ്ടോ നോക്കുക. ബ്രേക്ക് പിടിച്ചതിന് ശേഷം ഇത് ഫ്രീ ആയിട്ടല്ല എങ്കിൽ കറക്റ്റ് ഒരു ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. ഈ കറക്റ്റ് ബ്രേക്ക് വെച്ച് ക്ലീൻ ചെയ്ത് ഈ ആമൊക്കെ ശരിക്കും ഓയിൽ ഇട്ടതിന് ശേഷം സെറ്റ് ചെയ്യുക. ചിലത് ഇങ്ങനെ പിടിച്ചു നിൽക്കും, നമ്മളിത് അറിയില്ല. വണ്ടി ടൈറ്റ് ആയിട്ട് ഇങ്ങനെ വണ്ടി ചെറിയൊരു വലിയ കുറവ് നമുക്ക് തോന്നുള്ളൂ. ആ തോന്നുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും, അങ്ങ് ഓടും, വണ്ടിക്ക് മൈലേജ് നല്ല രീതിയിൽ കുറയും, ഡ്രോപ്പായിരിക്കും. ഓക്കെ, അതുമാതിരി തന്നെ ബാക്കിലെ ബ്രേക്ക് പെട്ടെന്ന് ചവിട്ടിയാൽ എന്തെങ്കിലും ശബ്ദം വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ ചെറിയ തുടക്കത്തിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതായത് ചെറിയ ശബ്ദമൊക്കെയാണെന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങ് അവോയ്ഡ് ചെയ്തോളാം. തുടക്കത്തിൽ രാവിലെ ഒക്കെ വണ്ടി എടുക്കുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ സൗണ്ട്, അതിന് കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി ബ്രേക്ക് ഫ്രഷ് മാറ്റി സർവീസ് ക്ലീൻ ചെയ്യാൻ ആവശ്യമില്ല. ചില വണ്ടിയൊക്കെ ഉണ്ടാവുന്നതാണ്, നിർത്തിയിട്ട് കുറച്ച് ദൂരം സൗണ്ട് ഉണ്ടാവും, ഓടി കഴിഞ്ഞാൽ പോവും. ഓക്കെ, പിന്നെ അതേമാതിരി ഫ്രണ്ട് ബ്രേക്ക് ചെയ്യാൻ പെട്ടെന്ന് ചാടി പിടിക്കുക എന്താ ചെയ്യുക. അപ്പോൾ ചെയിൻ ടൈറ്റിന് ചാടി പിടിക്കുക, പെട്ടെന്ന് ഒരു ജമ്പുമാതിരി തോന്നുകയാണെങ്കിൽ ഈ 19 ബോൾട്ട് നോക്കുക കേട്ടോ. മിക്കവാറും ചെയിൻ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചെയിൻ സോക്കറ്റ് അല്ല ബ്രേക്ക് ഷൂ ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് വേണ്ട ഇതിൽ ടൈറ്റ് ചെയ്യുക, വേണ്ട ടോർക്ക് ടൈറ്റ് ചെയ്യാത്ത സമയത്ത് ഇത് ചെടി ജമ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ 19 നെറ്റ് ഒന്ന് പ്രോപ്പർ രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം, ജമ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ. പിന്നെ രണ്ടാമത് അത് ഓക്കെ, ഫ്രണ്ട് ബാക്ക് ചെയിന്. പിന്നെ അടുത്ത് നോക്കാണ്ട് ചെയിൻ്റെ പ്ലേ ആണ് കേട്ടോ മെയിൻ. ഇതുണ്ടോ, ഇത് ചെയിൻ്റെ 3 mm 3 സെന്റിമീറ്റർ വരെ ആവാം. 2.5 to 3 സെന്റിമീറ്റർ പ്ലേ എല്ലാ ഭാഗങ്ങളും ഉണ്ടോ നോക്കാം കേട്ടോ. കറക്കിയിട്ട് ഇത് ഓക്കെയാണ്. നമ്മളിത് സ്കെയിൽ വെക്കണമെന്നൊന്നുമില്ല, സ്കെയിൽ വെക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ച് ഞാൻ സ്കെയിൽ എത്രത്തോളം നമുക്ക് പിടിച്ചാൽ അറിയാൻ പറ്റും. ഓക്കെ, സ്കെയിൽ വെച്ച് നോക്കാം. അപ്പം ഇത് കറക്റ്റ് ആയിട്ട് ചെയിൻ പ്ലേ കറക്റ്റ്, ചെയിൻ പ്ലേ കറക്റ്റ് ആണ്, കറക്റ്റ് ആയിട്ടാണോ നിൽക്കുന്നത് നോക്കുക. ഇത് വല്ലാതെ കയറി ഇറങ്ങി പോകുന്നുണ്ട് എങ്കിലും, വല്ലാതെ കയറ്റ ജമ്പ്, ഇതിപ്പോൾ കറക്റ്റ് സെൻട്രലായിട്ട് വല്ലാതെ കയറ്റിറക്കൊന്നുമില്ല, വല്ലാതെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ വലിക്കുമ്പോൾ നല്ല പ്ലേ ഉണ്ട്. ഇവിടെ നോക്കുക, ഈ ഭാഗം നോക്കുക, ഇവിടെ വലിക്കാൻ നല്ല പ്ലേ ഉണ്ടെങ്കിൽ, പുറത്തേക്ക് ശരിക്കും തള്ളി വരുന്നുണ്ടെങ്കിലും നല്ല അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടെങ്കിൽ ചെയിൻ പോക്കറ്റ് മാറ്റി കൊടുക്കുക. ഫ്രണ്ട് പോക്കറ്റിന്റെ തേയ്മാനവും ചെയിൻ്റെ തേയ്മാനമാണ് കാണുന്നത്.
അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റി, ചെയിൻ സ്പോക്കറ്റിന് വരുന്ന 2000 രൂപ, 2000 സംതിങ് ആണ് വരുന്ന, 1900 സംതിങ്, 2000 രൂപയാണ് ചെയിൻ സ്പോക്കറ്റിന് വരുന്നത്. ലേബർ കോസ്റ്റ് ഓരോരുത്തർ വ്യത്യസ്തമായിരിക്കാം. 2000 രൂപയാണ് ചെയിൻ സ്പോക്കറ്റിന് വരുന്നത്, അത് മാറ്റി കൊടുക്കുക. പിന്നെ അത് ബ്രേക്ക് ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്താണ്, കൈ കൊണ്ട് ബ്രേക്ക് ചെയ്ത്. ഇത് കണ്ടില്ലേ, ഈ വീല് കറക്കുന്ന സമയത്ത്, ഇത് ഡിസ്ക് ബ്രേക്കിനല്ല കേട്ടോ, ഡം ബ്രേക്കിനാണ് പറയുന്നത്. ഈ കറക്കുന്ന സമയത്ത് ഈ വീലിന് വല്ലാതെ പ്ലേ ഉണ്ട് എങ്കിൽ ആ വീലിന്റെ റബ്ബർ ഉള്ള ഒരു 160 രൂപ വില മാത്രം ആ റബ്ബർ മാറ്റി കൊടുക്കുക. ഓക്കെ. പിന്നെ അതേമാതിരി സൈഡ് പ്ലേ ഇതുണ്ടല്ലേ, സൈഡ് പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെയറിംഗ് മാറ്റി കൊടുക്കുക, അതിന്റെ ബെയറിംഗ് മാറ്റി കൊടുക്കുക. പിന്നെ എല്ലാ സ്പോക്സും കൈ കൊണ്ട് നിങ്ങളൊന്ന് പിടിച്ചു നോക്കുക കേട്ടോ. കൈ കൊണ്ടൊക്കെ പിടിച്ച് എല്ലാ കാര്യങ്ങളും ലൂസ് ഉണ്ടോ, ഓക്കെ, ഇതൊക്കെ ടൈറ്റ് ആണ്, ഇത് ഓക്കെ ആണ്. പിന്നെ ചെയിൻ സ്റ്റേ ബുഷ്, ചെയിൻ സിംഗാമിന്റെ ബുഷ് ബാക്ക് നല്ലോണം ഒന്ന് പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്ക് ത്രസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വല്ലാതെ ഇങ്ങനെ ബാക്കോട്ടും നല്ല ഓടുന്നുണ്ട്, തള്ളുന്നുണ്ട് എങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, സിംഗാമിന്റെ ബുഷ് ഒന്ന് മാറ്റി കൊടുക്കുക. ഒറിജിനൽ ബുഷ് നൈലോൺ ബുഷാണ് കമ്പനി വരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന. പഴയ മോഡല് മെറ്റൽ ബുഷ്, റബ്ബർ മെറ്റൽ ബുഷ് ഇട്ടിട്ട് വേറെ ടൈറ്റ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടി വൈബ്രേഷൻ ഫ്രീ ആണ്. അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. മെഷർമെന്റ് കറക്റ്റ് ചെയ്ത്, കറക്റ്റ് ടോർക്ക് ചെയ്ത്, കറക്റ്റ് ഗ്രീസ് ചെയ്ത്, പിന്നെ ഓരോ സർവീസിലും ആ ഒരു ബുഷ് ഇടുന്ന സമയത്ത് ഓരോ സർവീസിലും നമുക്ക് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട നിർബന്ധമാണ്. ആ സംഗതി ചെയ്യുമ്പോൾ നൈലോൺ ബുഷ് ഇതാകുമ്പോൾ അത്ര വലിയ വിഷയമല്ല, ചെയ്യണം. മറ്റേ തീരെ ശ്രദ്ധിച്ച് അവിടെ സ്റ്റെക്കായി പോണ വിഷയം അയച്ചാൽ കിട്ടില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതേമാതിരി പഴയ മോഡൽ ബുഷ് ഇടുന്ന ആളുകൾ ഒരു 3000 കിലോമീറ്റർ ഓരോ സർവീസിലും അത് അയച്ചിട്ട് നിർബന്ധമായിട്ടും ഓയിലിടാൻ വേണ്ടി പറയാം. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ മെയിൻ സംഗതി ആളുകൾ പറയാനുള്ള വിഷയമാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്നൊക്കെ വളക്കുന്ന ഹൈവേയിൽ നേരെ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, ചെറിയ വളക്കും വണ്ടി പാടി പോകുന്നുണ്ട്. അത് സംഭവം കാണിച്ചു തരാം. അതാണ് കോൺസെപ്റ്റ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടി നിങ്ങൾ സെൻട്രൽ സ്റ്റാൻഡ് നിർത്തി ഇങ്ങനെ പൊക്കി പിടിക്കുക. പൊക്കി പിടിച്ചിട്ട് കണ്ടോ, ഇത് ഇങ്ങനെ നിൽക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ എങ്ങനെ പിടിച്ചെങ്കിൽ നിർത്തിയാൽ ഇത് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് കംപ്ലൈന്റ് ആണ്. ഇതിങ്ങനെ ചെറിയൊരു ജമ്പ് ചെയ്ത് വേണമെങ്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് ഇതുണ്ടോ, ഇത് ചെറിയ വിഷയമുണ്ട്, കണ്ടില്ലേ. ഇതെങ്ങനെ ആക്കിയാൽ ഇവിടെ കിടക്കും. ഇത് ആ കോൺസെപ്റ്റിന്റെ തേയ്മാനം കൊണ്ട് അത് ബോളിൽ ഇറങ്ങി കിടക്കുന്നതാണ്. ഇതിന് ചെറിയ വിഷയമുണ്ട്. അപ്പം അതല്ല എങ്കിൽ അപ്പം ഇതിന് ചെറിയൊരു വിഷയമുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇത് നിൽക്കുന്നില്ല, ഇത് ചെറിയൊരു തകരാറുണ്ട്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കാൻ പാടില്ല. നിൽക്കുന്നത് ചെറിയ രീതിയിലൊന്ന് ലൂസാക്കി നോക്കുക. ഓവർ ടൈറ്റ് ചെയ്തത് കൊണ്ടാണോ സംഭവിച്ചെന്നുള്ളത് ചെറിയ രീതിയിലൊന്ന് ലൂസാക്കി കൊടുക്കുക. അപ്പം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. കുഴി ചാടുന്ന സമയത്ത് വല്ല ഷെയ്ക്കോ കാര്യങ്ങളോ, അപ്പോൾ നിങ്ങൾ സെൻട്രൽ സ്റ്റാൻഡ് എടുത്ത് ഇങ്ങനെ വല്ല പൊക്കി പിടിച്ചാൽ മതി, ശരിക്കും ജമ്പ് ചെയ്യുന്നുണ്ടോ. ഇവിടെ അങ്ങനെ പിടിച്ചാൽ അതിന് ചെറിയ ജമ്പിങ് ചാട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ സംഭവിക്കും, വല്ല കുഴി ചാടുന്ന സമയത്ത് വന്നിട്ട് ഫ്രണ്ടിൽ ചെറിയൊരു അടി വരിക തോന്നുക. ആ ഒരു കാര്യങ്ങൾ അതും കൂടെ നോക്കുക. പിന്നെ കേബിൾ ലൂബ് ചെയ്യുക, ഫ്രണ്ട് ബ്രേക്ക് കേബിള്, പിന്നെ ക്ലച്ച് കേബിള്, ത്രോട്ടിൽ കേബിളൊക്കെ ഓവർ ടൈറ്റ് ഉണ്ടെങ്കിൽ ലോങ് പോകുന്ന ആൾ കുറച്ച് പഴയ കേബിളൊക്കെ ആണെന്ന് മാറ്റി കൊടുക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ടുള്ള ബേസ് ഒരു ചെക്കിങ്. ഇത് ചെയ്താൽ തന്നെ വണ്ടി ഓക്കെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളെ വണ്ടി നിങ്ങൾ തന്നെ വീട്ടിലിരുത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് കേട്ടോ. കേബിളൊക്കെ പൊട്ടാറായിട്ടുണ്ടോ എന്നുള്ള എവിടേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ ജോയിനിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിന്റെ സാധനം പുറത്തേക്ക് വരുന്ന കേബിൾ മാറ്റി കൊടുക്കുക. വൈലാവാതിരിക്കാൻ ഏറ്റവും കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ കഴിഞ്ഞു പോയവർ വേറെ സംഗതി നിർബന്ധമായിട്ട് ചെയ്യാൻ ഒരു വണ്ടി എടുത്താൽ അവസാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാർബറേറ്ററും ടാങ്കും ഫ്യൂൽ ടാങ്കും ക്ലീൻ ചെയ്യുക നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അതായത് ഒരു 6 മാസം കൂടുമ്പോൾ ഇപ്പം 6 മാസമല്ല, ഒരു 3-4 മാസം കൂടുമ്പോൾ കാർബറേറ്റർ ടാങ്കും അത് നിങ്ങൾ തന്നെ കയ്യിൽ നിന്ന് നിങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും നന്നാവും. സ്ഥിരമായിട്ട് പൈസ നമുക്ക് കയ്യിൽ നിന്ന് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഫ്യൂൽ ടാങ്ക് ഇപ്പം E20 പെട്രോൾ വന്നതിന് ശേഷം ആ ഒരു വാട്ടർ വേപ്പർ വല്ലാതെ വലിച്ചെടുക്കുന്ന വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതൽ ഉണ്ടാകുന്ന ടാങ്ക് തുരുമ്പ് പിടിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. കഴിയുന്നു ഫുൾ ഫ്യൂവലിൽ വണ്ടി ഓടാൻ നോക്കുക. എല്ലാവർക്കും കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ടാങ്കും കാർബറേറ്ററും ശരിയായ രീതിയിൽ ഒരു 3-4-6 മാസം കൊണ്ട് നിർബന്ധമായിട്ട് ശരിക്കും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കാർബറേറ്ററിന്റെ ജെറ്റ് ക്ലീൻ ചെയ്യുക. വാക്കം പിസ്റ്റന്റെ സ്ലൈഡറൊക്കെ ഏതെങ്കിലും സ്ക്രാച്ച് ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പൈസ ഉള്ളവർ മാറ്റി കൊടുക്കുക. അല്ലാതെ ശരിക്കും പോളിഷ് ചെയ്തതായിട്ട് ശരിക്കും സീറ്റ് ചെയ്തിടുക. വണ്ടിക്ക് നല്ല പിക്കപ്പ്, നല്ല മൈലേജ്, നല്ല സ്മൂത്ത്നെസ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള സകല ഫൗണ്ടേഷൻ ബോൾട്ടും ഒന്ന് ടൈറ്റ് ചെയ്യുക കേട്ടോ. എല്ലാ ഫൗണ്ടേഷൻ ബോൾട്ടും ഫസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. നിങ്ങളെ വണ്ടി പക്ക സ്മൂത്തിലോടും. ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പം വീഡിയോ കുറച്ച് ലെങ്തി ആയെന്ന് തോന്നുന്നു. ഇത്ര ഇതിൽ ഒതുക്കെ മാക്സിമം ടൈം കുറച്ച് ആക്കാൻ വേണ്ടി ഞാൻ സ്പീഡിൽ സംസാരിക്കുന്നത് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ടൈം കുറക്കാൻ വേണ്ടി. ആൾക്കാർ വീഡിയോ മുഴുവനായി കാണില്ല. ബുള്ളറ്റ് ഉപയോഗിക്കുന്നവർ എന്തായാലും നിർബന്ധം വീഡിയോ കാണും. എന്നാൽ അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവും. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.